ദിവ്യഭാഗവതം എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനോടെല്ലാവരും കൂടുതൽ ഒരു പ്രത്യേകത കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനോട് പ്രത്യേകം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് കാണുന്നവരെല്ലാവരും പരസ്പരം ഷെയർ ചെയ്താൽ മതി. ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്താലേ വ്യൂവേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുള്ളൂ. അതുകൊണ്ട് ഇത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും ഈ നമ്മൾക്ക് പറ്റുന്നിടത്തോളം സ്ഥലങ്ങളിൽ ഇതിൻ്റെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ അതിൻ്റെ ആശയങ്ങൾ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ അത് നമ്മളെല്ലാവരും ഒന്നിച്ച് കൂട്ടായിട്ടൊരു ശ്രമം നടത്തുക. ആ സമയത്ത് നമ്മൾ വിജയിക്കും, സംശയമില്ല. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ട്, നമ്മൾ വിജയിക്കും. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം നാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 11-ാമത്തെ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകത്തിലാണ്. അത് മുതൽക്കാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഭഗവാൻ ദ്വാരകയിലേക്ക് എഴുന്നള്ളി വരുന്ന സമയത്ത് ഭഗവാന്റെ സ്വീകരണം, അതാണ്. ആ സ്വീകരണത്തിൽ ഭഗവാൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ്. മഹത് വ്യക്തിയെ എങ്ങനെ സ്വീകരിക്കുന്നു. അപ്പോൾ സാക്ഷാൽ ഭഗവാനെ എങ്ങനെ സ്വീകരിക്കണം, അതിൻ്റെ വൈഭവങ്ങളാണ്, വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സിതാതപത്രവ്യജനൈരുപസ്കൃതാം പ്രസൂനവർഷൈരഭിവർഷിതപഥി പിശങ്കവാസാ വനമാലയാ ബഭോ ഘനോ യഥാർക്കോടുപചാപവൈദ്യുതൈഃ. സിതാതപത്രവ്യജനൈരുപസ്കൃതാം പ്രസൂനവർഷൈരഭിവർഷിതപഥി പിശങ്കവാസാ വനമാലയാ ബഭോ ഘനോ യഥാർക്കോടുപചാപവൈദ്യുതൈഃ. സിതാതപത്ര വ്യജനൈഃ ഉപസ്കൃതഃ പ്രസൂനവർഷൈഃ അഭിവർഷിതപഥി പിശങ്കവാസാ വനമാലയാ ബഭൗ ഘനഃ യഥാ അർക്ക ഉടുപ ചാപവൈദ്യുതൈഃ. അതാണ് പദം മുറിക്കുന്നത്. ഇവിടെ അഭൗമമായിട്ടുള്ള ഒരു വർണ്ണനയാണ് കാണുന്നത്. ഭഗവാൻ ദ്വാരകയിലെ രാജവീഥിയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഭഗവാനെ വെൺകൊറ്റക്കുട പിടിച്ചിരുന്നു ഭഗവാന്. പിന്നെ വിശേഷപ്പെട്ട വെൺചാമരം വീശിക്കൊണ്ടിരുന്നു ഭഗവാന്. പിന്നെ പുഷ്പങ്ങൾ ധാരാളം, അതായത് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടിരുന്നു ഭഗവാന്. ആ വഴിയിൽ മുഴുവൻ പുഷ്പവൃഷ്ടി ചെയ്തിരുന്നു. ഭഗവാന്റെ വിശേഷപ്പെട്ട മഞ്ഞപ്പട്ട് ഭഗവാൻ ധരിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേരുന്ന സമയത്ത് ഘനോ യഥാർക്കോടുപചാപവൈദ്യുതൈഃ, അതായത് നല്ല കാർമേഘാവൃതമായിട്ടുള്ള ആകാശത്തിൽ ചന്ദ്രനും സൂര്യനും മഴവില്ലും നക്ഷത്രങ്ങളും ഒന്നിച്ച് ചേർന്നാൽ എങ്ങനെയാണ്, അതേപോലെ പ്രതീതിയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് അഭൗമമായ വർണ്ണന എന്നതിന് പറയും. കാരണം ചന്ദ്രനും സൂര്യനും പിന്നെ മഴവില്ലും
ഇടിമിന്നലും ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടാറില്ല. ഇത് ഭഗവാനിൽ ഇതെല്ലാം ഒന്നിച്ചു ചേർന്നു എന്നാണ്. ഭഗവാന്റെ വെൺകൊറ്റക്കുടയാണ് ഇവിടെ. സൂര്യൻ വരുന്ന സമയത്ത് ചന്ദ്രൻ്റെ പ്രകാശം കാണില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ചു വന്നു എന്നതാണ് അത്ഭുതം. അതായത് ഇവിടെ എന്നാൽ അത് വന്നു കഴിഞ്ഞാൽ അവിടെ ധാരാളം മേഘങ്ങളുണ്ടെങ്കിൽ ആ മേഘങ്ങളുടെ ഇടയ്ക്ക് ഒരിക്കലും ആ മഴവില്ലും വരാറില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ച് വരുമെന്ന് പറയുമ്പോൾ അഭൗമം അലൗകികമായിട്ടുള്ള വർണ്ണനയാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ എങ്ങനെയാണ് ഒരു മൺസൂൺ ക്ലൗഡ്, അതായത് മഴക്കാലത്ത് മഴ പെയ്യാറായി നിൽക്കുന്ന ആകാശത്തിൻ്റെ നിറമാണ് ഭഗവാൻ എന്നാണ്. പിന്നെ ഭഗവാനെ ഒരു മേഘത്തോട് ഇവിടെ ഉപമിച്ചിരിക്കുന്നു. പിന്നെ ഭഗവാന്റെ ആ വെൺകൊറ്റക്കുട അതിനെ സൂര്യനായിട്ട് ഉപമിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ ഭഗവാന്റെ വെഞ്ചാമരം വീശുന്നതിനെ ആണ് ഇവിടെ ചന്ദ്രനായിട്ട് ഉപമിച്ചിട്ടുള്ളത്. പിന്നെ ആ പുഷ്പവൃഷ്ടി ചെയ്യുന്നു. ആ പുഷ്പവൃഷ്ടിയെ നക്ഷത്രങ്ങളായിട്ട് ഉപമിച്ചിരിക്കുന്നു. പിന്നെ ഭഗവാന്റെ ധരിച്ചിട്ടുള്ള ആ മഞ്ഞ പട്ട് വസ്ത്രത്തിനെ മഴവില്ലായിട്ട് അതിനെ. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു ചേരുന്നത് ശ്രീകൃഷ്ണ ഭഗവാനിൽ മാത്രമാണ്. അത്ഭുതകരമാണ് ഭഗവാന്റെ ഏകസൗന്ദര്യം എന്നിവിടെ സൂചിപ്പിക്കുന്നത്. 28ാമത്തെ ശ്ലോകം. പ്രവിഷ്ടസ്തു ഗൃഹം പിത്രോ പരിഷ്വക്തസ്വമാതൃഭി ഭവന്തേ ശിരസാ സപ്ത ദേവകീ പ്രമുഖാമുദാം. ഭഗവാൻ പ്രവിഷ്ടഃ തു ഗൃഹം പിത്രോ പരിഷ്വക്ത സ്വമാതൃഭി ഭവന്തേ ശിരസാ സപ്ത ദേവകീ പ്രമുഖാമുദ. ഭഗവാൻ വസുദേവരുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്ന ചിത്രമാണ് കാണുന്നത്. അവിടെ വസുദേവരുടെ പത്നിമാരുണ്ട്. ദേവകി മുതലായിട്ടുള്ള 7 പേര് അവിടെ ഉണ്ട്. ദേവകി ദേവിയുടെ 7 സഹോദരിമാരെ വസുദേവർ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ 7 സഹോദരിമാരും ഭഗവാനെ സ്വന്തം പുത്രനായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അവർ ആദ്യം ഭഗവാൻ ആ 7 ദേവകി ദേവിയെ വന്ദിക്കുന്നത് പോലെ ഭഗവാൻ മറ്റ് 7 അമ്മമാരെയും ഭഗവാൻ നമസ്കരിക്കുന്നു, ഭഗവാൻ വന്ദിക്കുന്നു എന്നാണ്. ഭഗവാൻ കാണിച്ചു തരാണ് എങ്ങനെയാണ് തൻ്റെ അമ്മയെ പോലെ തന്നെ മറ്റമ്മമാരെയും വന്ദിക്കേണ്ടതായിട്ടുള്ളത്. ചെറിയ അമ്മമാരെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്ന് ഭഗവാനൊരു മാതൃകയായിട്ട് നിൽക്കുകയാണ് ഇവിടെ എന്നാണ്. അപ്പോൾ അവരും അതേപോലെ ഭഗവാനെ സ്നേഹിക്കുന്നത്. 29ാമത്തെ ശ്ലോകം. താഹ പുത്രമംഗമാരോപ്യ സ്നേഹസ്നുതപയോധനാഹ ഹർഷവിഹ്വലിതാത്മാനസ്യ ശിചുർനേത്രജൈർജലൈഃ. താഹ പുത്രം അംഗം ആരോപ്യ സ്നേഹസ്നുതപയോധരഃ ഹർഷവിഹ്വലിത ആത്മാനഃ ശിശുഃ നേത്രജൈഃ ജലൈഃ. അത് ആ അമ്മമാർ ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ചു എന്നാണ് പറയുന്നത്. ഇത്ര പ്രായമായി ഭഗവാന്, എന്നാലും അവർക്ക് പുത്രനോടുള്ള വാത്സല്യമാണ്. മടിയിൽ എടുത്തു വെച്ചതോടുകൂടി ഭഗവാനോടുള്ള വാത്സല്യം കൊണ്ട് അവരുടെ സ്തനങ്ങൾ ചുരന്നൊഴുകി എന്നാണ് പറയുന്നത്. ദേവകി ദേവിയെ പോലെ തന്നെ വാത്സല്യം മറ്റുള്ള 7 അമ്മമാർക്ക് ഈ ഭഗവാനോടുണ്ട് എന്നാണ്. എന്നിട്ട് അവരാ കണ്ണീരോടുകൂടി ഭഗവാന്റെ ആ ശിരസ്സിലേക്ക് അവരുടെ കണ്ണുനീര് ഒഴുകി, എന്നിട്ട് ആ ഭഗവാന്റെ ശിരസ് നനഞ്ഞു പോയി എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ആ പ്രത്യേകമായിട്ടുള്ള വാത്സല്യം ഭഗവാന്റെ അമ്മമാർക്ക് ഭഗവാനോടുണ്ട് എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ്? വൃന്ദാവനത്തിലെ പശുക്കൾ ഭഗവാനെ കാണുമ്പോഴേക്ക് ഊധോഭാരയുടെ ഭൂയസ എന്നാണ് പറയുന്നത്, സ്നുതസ്തനി എന്നാണ് പറയുന്നത്. പശുക്കളൊക്കെ വൃന്ദാവനത്തിലെ പശുക്കൾ ഭഗവാനെ കാണുമ്പോഴേക്ക് എഴുന്നേറ്റ് ഓടുന്ന സമയത്ത് അവരുടെ ആ അകിട് ചുരന്ന് പാലൊഴുകാറുണ്ട്. ഭഗവാൻ ആ പശുക്കളുടെ പാലും ഭഗവാൻ കുടിക്കാറുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ആ ചെറിയമ്മമാർ, ചിറ്റമ്മമാർ സ്വന്തം അമ്മമാരെ പോലെ തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് ഭഗവാൻ കാണിച്ചു തരണം. അഥാവിശൽ സ്വഭവനം സർവകാമമനുത്തമം പ്രാസാദായത്ര പത്നീനാം സഹസ്രാണി ച ഷോഡശ. അഥ ആവിശൽ സ്വഭവനം സർവകാമമനുത്തമം പ്രാസാദാഹ എത്ര പത്നീനാം സഹസ്രാണി ച ഷോഡശ. 16,108 പത്നിമാരുടെ ഗൃഹങ്ങളിലേക്കും ഭഗവാൻ ഒരേ സമയത്ത് കടന്നു ചെന്നു എന്നാണ്. അങ്ങനെ ഒരേ സമയത്ത് കടന്നു ചെല്ലണത് 16,108 പത്നിമാരുണ്ട് ഭഗവാന്. അപ്പോൾ അത്രയും ഭഗവാൻ ഓരോരുത്തരും വിശേഷപ്പെട്ട ഓരോ കൊട്ടാരങ്ങളിലാണ് താമസിക്കുന്നത്. ഭഗവാൻ ഒരേ സമയത്ത് തന്നെ ഭഗവാൻ അത്രയും രൂപം വൈഭവപ്രകാശം എന്നാണ് പറയുക. ആ ഭഗവാൻ ആ രൂപം സ്വീകരിച്ചുകൊണ്ട് സർവവിധത്തിലുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഗൃഹങ്ങളിലേക്ക് ഭഗവാൻ ഒരേ സമയത്ത് കടന്നു ചെന്നു ആണ്. അത് ഭഗവാന്റെ അത്ഭുതമാണ്. ഇതാർക്കും സാധിക്കാത്ത കാര്യമാണ് എന്നാണ്. അപ്പോൾ ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് എന്നാണ് ഭഗവാൻ അവിടുന്ന് വിട്ടു പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്രതനിഷ്ഠയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ പത്നിമാർ ജീവിക്കാറുള്ളത് എന്നാണ്. അതാണ് പത്ന്യപതിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സഞ്ജാത മനോമഹോത്സവാഃ ഉത്തസ്ത്വരാരാൽ സഹസാസനാശയാൽ സാഗം വ്രതേർവ്രീഡിതലോചനാനനാം. പത്ന്യഃ പതിം വീക്ഷ്യ ഗൃഹാൻ ഉപാഗതം വിലോക്യ സഞ്ജാത മനഃ മഹോത്സവാഃ ഉത്തസ്ഥോ ആരാൽ സഹസാ ആസന ആശയാൽ സാകം വ്രതൈഃ വ്രീഡിതലോചന ആനനാഃ. അവർ ഭഗവാന്റെ പത്നിമാർ ഭഗവാനെ കാണുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ആനന്ദം തോന്നി. അത് എത്രയോ മാസങ്ങൾക്ക് ശേഷം ഭഗവാനെ കണ്ടതാണ്. അപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ആനന്ദം അനുഭവപ്പെട്ടു എന്നാണ്. അവർ വളരെ പെട്ടെന്ന് അവരൊക്കെ വ്രതനിഷ്ഠയോട് കൂടിയ ജീവിതമാണ്. അപ്പോൾ അവരെ ആ ധ്യാനത്തിൽ നിന്ന് അവർ പെട്ടെന്ന് ഉണർന്നു, പെട്ടെന്ന് അവർ എഴുന്നേറ്റു. എന്നിട്ട് അവിടെ അവർ നമ്മളെ ഒരു സാമൂഹികമായിട്ടുള്ള ആചാരം നോർത്ത് ഇന്ത്യയിൽ എന്താണെന്നുണ്ടെങ്കിൽ അവർ ഈ മൂടുപടം ധരിക്കും എന്നാണ്. അപ്പോൾ അവർ ഭഗവാനെ കണ്ടതോടു കൂടിയിട്ട് അവർ ലജ്ജയോടുകൂടി മുഖം താഴ്ത്തി അവരുടെ മൂടുപടം ധരിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് അവർ വന്നു ചേർന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഭഗവാന്റെ വൈഭവ പ്രകാശം എന്നാണ് ഈ രൂപങ്ങളെ പറയുന്നത്. ഭഗവാന്റെ അതേപോലെ ഒരു മാറ്റവുമല്ല. ഭഗവാനിൽ നിന്നും 16,108 രൂപങ്ങൾ ഒരേപോലെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. ഓരോ പത്നിക്കും അനുരൂപമായിട്ടുള്ള ആ അവസ്ഥയിലാണ് ഓരോ ഭഗവാന്റെ രൂപങ്ങളും കാണാൻ സാധിക്കുക. അതിനനുസരിച്ച് സകല സമ്പൽ സമൃദ്ധമായിട്ടുള്ള കൊട്ടാരങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുക എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഒരിക്കലും ഭഗവാനല്ലാതെ മറ്റൊരാൾക്ക് സാധിക്കില്ല. അതാണ് ഭഗവാനെപ്പോലെയോ ഭഗവാനേക്കാളുമോ ആരും പ്രപഞ്ചത്തിലില്ല എന്ന് പറയാൻ അതാണ് കാരണം എന്നാണ്. അപ്പോൾ അവർക്ക് ഭഗവാനെ ആലിംഗനം ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് തുറന്ന് ഇത് പബ്ലിക്കായിട്ട് ഭഗവാനെ അങ്ങനെ ആലിംഗനം ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്തു? അവർ തമാത്മചേർ ദൃഷ്ടിഭിരന്തരാത്മനാ ദുരന്തഭാവാ പരിരേഭിരേ പതിം നിരുദ്ധമപ്യാശ്രവദംബു നേത്രയോർ വിലജ്ജതീനാം ഭൃഗുവര്യ വൈക്ലവാൽ. തം ആത്മജൈഃ ദൃഷ്ടിഭി അന്തരാ ആത്മനാ ദുരന്തഭാവാഃ പരിരേഭിരേ പതിം നിരുദ്ധം അപി ആസ്ത്രവത് അംബു നേത്രയോഹോ വിലജ്ജതീന ഭൃഗുവരിയ വൈക്ലവാത്. അതായത് ഭഗവാൻ ആത്മജൈഹി ഓരോരുത്തർ അവരുടെ പുത്രന്മാരെ അയച്ചു. പുത്രന്മാർ വന്ന് ഭഗവാൻ ആലിംഗനം ചെയ്തു. അപ്പോൾ
ആ ഭർത്താവിനെ ആലിംഗനം ചെയ്യണമെന്നും പുത്രന്മാരും ഭഗവാൻ തന്നെ ഭർത്താവ് തന്നെയാണ് പുത്രനായിട്ട് വരണത് എന്നുള്ളത് പറയും. അങ്ങനെ വരുന്ന സമയത്ത് ആ ആലിംഗനം, ആ ഭാവത്തിന്, അതായത് ഭഗവാൻ എങ്ങനെയാണോ ആലിംഗനം ചെയ്യണത് അതേ ഒരു ഭാവം, അത് അവരുടെ ആ പ്രത്യേകത പ്രകടിപ്പിക്കാനായിട്ട് അവർ പുത്രന്മാരെ അയച്ചത് എന്നാണ്. പബ്ലിക്കായിട്ട് ആലിംഗനം ചെയ്യാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് എന്നാണ്. അവരെ വളരെ കുലീനമായിട്ടുള്ള വളരെ മഹത്വമുള്ള ലക്ഷ്മിമാരാണ് അവർ. അപ്പോൾ അവർ ഭഗവാനെ മനസ്സുകൊണ്ട് ഭഗവാനെ ആലിംഗനം ചെയ്തു. പിന്നെ പുത്രന്മാരെ ഭഗവാന്റെ അടുത്തേക്ക് അയച്ചു. പുത്രന്മാരെ ഭഗവാൻ ആലിംഗനം ചെയ്തു. അവരുടെ ആ കണ്ണുകളിൽ നിന്നും ആ ഹൃദയത്തിൻ്റെ ഒന്നൊന്നില്ലാത്ത ആ പ്രേമഭാവം അവരുടെ കണ്ണുകളിൽ കൂടെ കണ്ണീരായിട്ടൊഴുകുക. പക്ഷേ കണ്ണീരിനെ അങ്ങനെ തടുത്തു നിർത്തിക്കൊണ്ട് അവർ ഭഗവാനെ നോക്കിക്കൊണ്ട് നിന്നു എന്നാണ് പറയുന്നത്. ഒന്നില്ലാത്ത ഒരു തീവ്രമായിട്ടുള്ള ഒരു അനുരാഗഭാവം അവർക്കുണ്ട്. അതവരെ കണ്ണുകളിൽ കൂടെ, ആ നിറഞ്ഞു വരുന്ന കണ്ണുകളിൽ കൂടെ പ്രകടമാക്കിക്കൊണ്ട് അവർ നിന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റായിട്ട് അവരെന്ത് ചെയ്തു? അവരെ പുത്രന്മാരെ അയച്ചു. പുത്രന്മാരെ ഭഗവാൻ ആലിംഗനം ചെയ്ത് കണ്ടപ്പോൾ അവർ വളരെയധികം ആനന്ദിച്ചു ഭഗവാന്റെ പത്നിമാർ എന്നാണ്. എന്നാൽ ഈ പുത്രനെ ആലിംഗനം ചെയ്യുമ്പോഴും പത്നി ആലിംഗനം ചെയ്യുമ്പോഴും ഒരേപോലെയാണോ? അങ്ങനെയല്ല, ഭാവത്തിന് വ്യത്യാസമുണ്ടെന്ന് ജീവഗോസ്വാമി തൻ്റെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം പറയുന്നു. യദ്യപ്യസോ പാർശ്വഗതോ രഹോഗതസ്തഥാപി തസ്യാംഘ്രിയുഗം നവം നവം പദേ പദേ കാവിരമേതയൽപദാചലാപി യശ്രീർണജഹാതി കർഹിചിത് യദി അപി അസൗ പാർശ്വഗതഃ രഹോഗതഃ തഥാ അപി തസ്യ അഘ്രിയുഗം നവം നവം പദേ പദേ കാ വിരമേത തൽപദാൽ ചലാ അപി യൽ ശ്രീ ന ജഹാതി കർഹിജിൽ. അതായത് ഭഗവാൻ ഭഗവാന്റെ പത്നിമാരുടെ അടുത്ത് എല്ലാ സമയത്തും ഉണ്ട് എന്നുണ്ടെങ്കിലും, ഒറ്റയ്ക്കാണ് ഭഗവാൻ എന്നുണ്ടെങ്കിലും, ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ കാണുന്ന സമയത്ത് പുതുപുത്തനായിട്ട് അവർക്ക് തോന്നി. ഓരോ തവണ ഭഗവാന്റെ പാദം കാണുന്ന സമയത്തും ആ പാദം നവം നവം മനോഹരമായ പുതുപുത്തനായിട്ടുള്ള ഒരു അനുഭൂതി അവർക്കുണ്ടായി എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അതുകൊണ്ടാണ് ലക്ഷ്മീദേവി ആ ഭഗവാന്റെ തന്നെ സേവിക്കുന്നവരൊക്കെ വിട്ട് ലക്ഷ്മീദേവിക്ക് ഭഗവാൻ മാർവിടത്തിലാണ് സ്ഥാനം കൊടുത്തതെങ്കിലും ലക്ഷ്മീദേവി ഭഗവാന്റെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെന്തേ കാരണം? ഭഗവാന്റെ പാദത്തിൽ അഭയം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മറ്റൊന്നിനെ ചിന്തിക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നാണ്. ബ്രഹ്മസംഹിതയിൽ പറയുന്നു ഇവിടെ ലക്ഷ്മി സഹസ്രശത സംഭ്രമസേവ്യമാനം എന്ന്. എണ്ണിയാൽ ഒടുങ്ങാത്ത ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഗോപികമാരാണ്. അവിടെ ഗോലോകത്തിൽ ഗോപികമാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടുള്ള ഭഗവാനെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ്. ഭഗവാൻ അടുത്ത ശ്ലോകം പറയുന്നു ഇവിടെ. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മനാമക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം വിധായ വൈര്യം ശ്വസനോ യഥാനലം മിഥോ വധേനോ ഭരതോ നിരായുധാം. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മനാമക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം വിധായ വൈര്യം ശ്വസനോ യഥാനലം മിഥോ വധേനോ ഭരതോ നിരായുധാം. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മനാം അക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം വിധായ വൈരം ശ്വസനഃ യഥാ അനലം മിഥഃ വധേന ഉപരതഃ നിരായുധഃ. അതായത് ഭഗവാൻ തൻ്റെ ദിവ്യമായിട്ടുള്ള ആ ഒരു സങ്കല്പശക്തി ഉപയോഗിച്ചിട്ട് ഈ ദുര്യോധനനെ പോലെ അഹങ്കാരികളായിട്ടുള്ള അനേകം രാജാക്കന്മാരുണ്ട്. അവരുടെ മനസ്സിൽ മുഴുവൻ ഒരു വൈരഭാവം വരുത്തി തീർത്തു. എന്നിട്ടോ വൈരഭാവം വരുത്തി അവർ തമ്മിലൊരു കലഹം സൃഷ്ടിച്ചു. അതായത് മുള ഒന്നിച്ച് കൂട്ടി വരഞ്ഞിട്ട് അഗ്നി ഉണ്ടാവുന്നത് പോലെ എന്നാണ്. അവർ തമ്മിൽ ഒരു ശത്രുതാഭാവം ഉണ്ടാക്കി തീർത്തു.
ആ ശത്രുതാഭാവത്തിൽ കൂടെ അവരെല്ലാ ഭാവത്തോടു കൂടി അവരെല്ലാവരും ഈ ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അണിനിരന്നു. എന്നിട്ട് ഭഗവാൻ നിരായുധ, ഭഗവാൻ പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാൻ ആയുധം കയ്യിലെടുത്തില്ല. മിഥോ വധേനോപരഥോ നിരായുധ, ഭഗവാൻ ആയുധം പോലും എടുക്കാതെ ഭൂമിയുടെ ഭാരം ഭഗവാൻ അനായാസമായിട്ട് ഇല്ലാതെയാക്കി എന്നാണ് പറയുന്നത്. ഉലേകു സൃഷ്ടിച്ചും ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും എന്നാണ്. എന്തേ അങ്ങനെ 18 ദിവസം കൊണ്ട് ഭൂമിയുടെ ഭാരം ഇല്ലാതായത് എങ്ങനെയാണ്? ഇവരുടെയൊക്കെ ആയുസ്സും മനസ്സും ഭഗവാൻ അപഹരിച്ചെടുത്തു എന്നുള്ളത് കൊണ്ട്. അത്ഭുതമാണ് ഭഗവാന്റെ ഓരോ ലീലകളും എന്നാണ്. അപ്പോൾ മിക്കവാറും ആളുകൾക്ക് എന്താ വലിയ വലിയ രാജാക്കന്മാർ, പിന്നെ ഇന്നത്തെ കാലത്ത് വലിയ വലിയ ഭരണാധികാരികൾ, ഇവർക്കൊക്കെ ഞങ്ങൾ വളരെയധികം പുരോഗമിച്ചു എന്നുള്ള അഹങ്കാരം ഉണ്ട് അവർക്ക്, ഒരു ഭാവം അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭഗവാനേക്കാളും കാലം എല്ലാത്തിനെയും കാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാം നാശത്തിലേക്ക് എത്ര ഉയർന്ന തലത്തിലുള്ള എന്തിനാ രാവണൻ മുതൽ രണ്യകശിപു, രാവണൻ, കംസൻ ഇവരൊക്കെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. അപ്പോൾ ഓരോരുത്തരും ആലോചിക്കണം, അതായത് എത്ര ഉന്നതമായ സ്ഥലത്തെത്തിക്കഴിഞ്ഞാലും ഒരു കാലം വരും, അവസാനം ഒരു മരണം എന്നുള്ളൊരവസ്ഥ ഉണ്ട് എന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ് എന്നാണ്. അങ്ങനെയുള്ള തോന്നലില്ലാത്ത അഹങ്കരിക്കുന്ന അവരെ മുഴുവൻ ഭഗവാൻ അവരൊക്കെ ഭൂമിക്ക് ഭാരമായിട്ട് മാറും. അങ്ങനെ ആ ഭൂമിക്ക് ഭാരമായി മാറിയാലോ ഭഗവാൻ കാലശക്തി കൊണ്ട് അവരെ മുഴുവൻ നശിപ്പിച്ച്, അതായത് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കും, അധർമ്മം വർദ്ധിച്ചു വരും. ആ സമയത്ത് ഭഗവാൻ അവതരിച്ച് ഭഗവാൻ ആ അധർമ്മത്തിനെ നശിപ്പിച്ച് ഭഗവാൻ ധർമ്മത്തിനെ രക്ഷിക്കും എന്നിവിടെ സൂചിപ്പിക്കുന്നു. സയേഷ നരലോകേസ്മിൻ അവതീർണ സ്വമായയാ രേമേ സ്ത്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാം. ഭഗവാൻ ഒരു മനുഷ്യരൂപത്തിൽ അവതരിച്ചു. എന്നിട്ടോ സ്വമായയ, തൻ്റെ സ്വന്തം മായ ഉപയോഗിച്ചുകൊണ്ട്, ആത്മമായ കൊണ്ട്, ഈ ആത്മമായ ഉപയോഗിച്ച് സ്വീകരിച്ച് ഭഗവാൻ എടുക്കുന്ന അവതാരങ്ങൾക്കൊന്നും ഭൗതികമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ തൻ്റെ ദിവ്യമായിട്ടുള്ള മായ കൊണ്ട് ഭഗവാൻ അവതരിച്ചു. എന്നിട്ട് രമേ സ്ത്രീരത്നകൂടസ്ഥോ, ഈ പത്നിമാരായിട്ട് ഭഗവാൻ ഗൃഹസ്ഥാശ്രമ ജീവിതം ഭംഗിയായിട്ട് എങ്ങനെ ഒരു ഗൃഹസ്ഥൻ ജീവിക്കേണ്ടത് അതിന് മാതൃകയായിട്ട് ഭഗവാൻ ലോകത്തിന് കാണിച്ചു. പ്രാകൃതോ യഥാ എന്നല്ല, ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭഗവാൻ ഇവിടെ അഭിനയിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ അഭിനയിക്കുന്ന സമയത്തും ഭഗവാന്റെ പത്നിമാർക്ക് പോലും ഭഗവാന്റെ പൂർണ്ണത എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവർ ശ്രമിച്ചു നോക്കി. എങ്ങനെ? ഉദ്ദാമഭാവ പിശുനാമലവൽഗുഹാസവ്രീടാവലോകനിഹതോ മദനോപിയാസാം സമ്മുഹ്യ ചാപമജഹാൽ പ്രമദോത്തമാസ്താഹ യസ്യേന്ദ്രിയം വിമഥിതം കുഹകൈർനശേകോ. ഉദ്ദാമ ഭാവ പിശുന അമല വൽഗുഹാസ വ്രീഡ അവലോക നിഹത മദന അപി താസാം സമ്മുഹ്യ ചാപം അജഹാൽ പ്രമദോത്തമാ താഹ യസ്യ ഇന്ദ്രിയം വിമഥിതം കുഹകൈഃ ന ശേകു. അതായത് ഭഗവാന്റെ പത്നിമാരുടെ ഒരു പുഞ്ചിരിയും ഒരു കടാക്ഷവും ഏറ്റാൽ തന്നെ ആ കാമദേവൻ തൻ്റെ കരിമ്പുവില്ലൊക്കെ എടുത്ത് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുന്നതാണ് പറയണത്. അത്രയും സൗന്ദര്യമായിരുന്നു ഭഗവാന്റെ പത്നിമാർക്ക്. മഹാദേവൻ വരെ മോഹിച്ചു പോവും ഈ ഭഗവാന്റെ പത്നിമാരുടെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ എന്നാണ്. അപ്പോൾ അവരുടെ എല്ലാ പുഞ്ചിരി കൊണ്ടും കടാക്ഷങ്ങളെ കൊണ്ടും അവർ ശ്രമിച്ചു നോക്കി. എന്ത്? ഭഗവാന്റെ മനസ്സിനെ ഒന്ന് ചഞ്ചലമാക്കാൻ അവർ കഴിയുന്നിടത്തോളം ശ്രമിച്ചു നോക്കി. അവരെ സേവയാണ് ചെയ്യുന്നത്. എന്നിട്ടും ഇത്രയൊക്കെ 16,108 പേര് വിചാരിച്ചിട്ടും ഭഗവാന്റെ, അതായത് മഹാദേവൻ്റെ മനസ്സ് വരെ ഇളകിപ്പോകും ഇവരെ കണ്ടു കഴിഞ്ഞാൽ എന്നാണ്. എന്നിട്ട് പോലും ഭഗവാന്റെ മനസ്സ് ഒരണുപോലും ചലിച്ചില്ല എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ എന്തെന്നില്ല മർമ്മഭാഗമാണിത് എന്നാണ്. ഒന്നും ഭഗവാനിലേക്ക് ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല.
ഭഗവാൻ ആത്മാരാമനാണ് എന്നുള്ളതിൻ്റെ കൃഷ്ണാവതാരത്തിൻ്റെ വിജയം തന്നെ ഇതാണ് എന്നാണ്. പിന്നെ എന്തുകൊണ്ട് ഭഗവാൻ ആത്മാരാമനായിട്ടുള്ള ഭഗവാന്റെ ഭക്തിമാരോട് അവരിഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചു? അതായത് ഏത് വിധത്തിലാണോ തൻ്റെ ഭക്തൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ സേവിക്കുന്നത്, അതിനനുസരിച്ച് പ്രതികരിക്കുക ഭഗവാന്റെ എന്തെന്നില്ലാത്ത കരുണയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. 2 ശ്ലോകങ്ങളാണ്. 37-ാമത്തെ ശ്ലോകം. തമയം മന്യത്തെ ലോകോ ഹ്യസംഗമപി സംഗിനം ആത്മാവമ്മേന മനുജം വ്യാവൃണ്വാനം യതോ ബുധാം. അതായത് തം അയം മന്യത്തെ ലോകഃ ഹ്യസംഗം ഹി അസംഗം അപി സംഗിനം ആത്മാ ഔപമ്യേന മനുജം വ്യാവൃണ്വാനം യതഃ അബുധഃ. അതായത് ഒരു സാധാരണ ഭൗതികനായിട്ടുള്ള ഒരാൾ, ബദ്ധജീവനായിട്ടുള്ള ഒരാൾ അവർ ഊഹാപോഹങ്ങൾ വിചാരിക്കണോ? എന്താ അവർ വിചാരിക്കണത്? സ്പെക്കുലേറ്റ് ചെയ്യണോ? എന്ത്? ഭഗവാൻ മനുഷ്യനാണ്, അവരുടെ കൂടെ ഒരാളാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു എന്നാണ്. അവരുടെ ഒരു അജ്ഞത കൊണ്ട് മാത്രമാണ് ഭഗവാൻ ആര് എന്നറിയാതിരിക്കുന്നത്. ഭഗവാൻ ഈ ഭൗതികത്തിനോട് യാതൊരു ബന്ധമില്ല എന്നുള്ളതും, ഭഗവാൻ പരമവിരക്തനാണ് ഭഗവാൻ എന്നുള്ളതും, ഭഗവാൻ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ഭഗവാൻ സാക്ഷി മാത്രമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതും അങ്ങനെ വെറും ഭൗതികന്മാരായിട്ടുള്ളവർക്ക് അറിയില്ല എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഏതദീശനമീശസ്യ പ്രകൃതിസ്തോപി തദ്ഗുണൈ ഇന്ന യുജ്യതേ സദാത്മസ്ഥൈര്യഥാ ബുദ്ധിസ്തദാശ്രയ. അതായത് ഇതാണ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവസ്ഥ എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഭഗവാന് ഭൗതികമായിട്ടുള്ള ഈ പ്രകൃതിയുടെ ഒരു ഗുണങ്ങളും ഭഗവാനെ ബാധിക്കുന്നില്ല എന്നാണ്. ഭഗവാൻ അതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പോലെ അഭിനയിക്കുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാൻ അതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അതേപോലെ തന്നെ ആരാണോ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള പരിപൂർണമായി ഭഗവാൻ ശരണാഗതിയുടെ ശുദ്ധഭക്തന്മാർ, അവർക്കും ഭൗതികമായിട്ടുള്ള ബന്ധനങ്ങളൊന്നും ബാധിക്കുന്നില്ല. ഇതാണ് അവരെ അത് ഒരിക്കലും സ്വാധീനിക്കില്ല ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ എന്നാണ്. ഇവിടെ വൃന്ദാവനത്തിലെ ഷഡ്ഗോസ്വാമിമാർ, അവർ അതേപോലത്തെ അനേകം ഭക്തന്മാരായിട്ടുള്ളവരുണ്ട്, മഹാഭാഗവതന്മാരായിട്ടുള്ളവരുണ്ട്. ഇവരൊക്കെ 1-ാം തരം ഭക്തന്മാരായിട്ടുള്ളവരാണ്. അവർക്ക് ഒന്നും അവരെല്ലാം ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള, അതായത് വിശപ്പ്, ദാഹം, അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള അവസ്ഥകളും, പിന്നെ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഉറക്കം എന്ന ദ്വന്ദ്വങ്ങൾ, ഇതിനെല്ലാം ജയിച്ചവർ അവരെല്ലാവരും ദിവ്യമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു എന്നതാണ്. ഭഗവാന്റെ എന്തെന്നില്ലാത്ത കരുണ കൊണ്ട് നമ്മൾ ഈ ഭാഗങ്ങൾ ഇവിടെ വായിച്ച് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. അവസാനത്തെ ശ്ലോകം 39-ാമത്തെ ശ്ലോകം 11-ാം അധ്യായത്തിലെ തമ്മീനിരേബലമൂഢാസ്തയനം ജാനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തരീശ്വരം മതയോ യഥാം തം മേനിരേ അബല മൂഢാഃ സ്ത്രൈണം ച അനുവ്രതം രഹഃ അപ്രമാണവിദഃ ഭർത്തുഃ ഈശ്വരം മതയഃ യഥാ. അതായത് അവർ ഭഗവാന്റെ പത്നിമാരായിട്ടുള്ളവർ വളരെ ലളിതമായ സ്വഭാവമുള്ളവർ, വളരെ സിമ്പിളായിട്ടുള്ള സ്വഭാവമുള്ളവരായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് എന്നുള്ള ഭാവത്തിൽ അവർ അവരെ സ്നേഹിച്ചു. എന്നാൽ ഭഗവാൻ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് അവർ എല്ലാ സേവകളും ചെയ്തു ഭഗവാനെ സ്നേഹിച്ചു എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഭഗവാൻ സുപ്രീം കൺട്രോളറാണ് എന്നുള്ളത് ആ ഭാവം അവർക്ക് പൂർണ്ണമായിട്ടും തോന്നിയിരുന്നില്ല എന്നാണ്. കാരണം ആ ഒരു ഭാവം തോന്നിക്കഴിഞ്ഞാൽ അവരെ അഭിനയിക്കാനാണ് വന്നത്. ഇവിടെ ഭഗവാന്റെ പത്നിമാരായിട്ട് ആ അഭിനയം പൂർണ്ണമാവണമെങ്കിലോ പ്രിയപ്പെട്ട ഭർത്താവായിട്ട് തന്നെ വേണം. അവിടെ ഭർത്താവിനോട് പത്നി എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെ വേണം അഭിനയിക്കാനായിട്ട്. അപ്പോൾ അവർ അത് പൂർണ്ണമായി തീർന്നു, അവരുടെ ജീവിതം സഫലമായി തീർന്നു. ഭഗവാനും ആ ട്രാൻസെൻഡൻ്റലായിട്ടുള്ള സാധാരണ ഒരു ബന്ധമല്ല ഭഗവാനും പത്നിമാരുമായിട്ട്, ഇത് ദിവ്യമായിട്ടുള്ള അനുരാഗമാണ്.
ഇതിനെക്കുറിച്ച് കേൾക്കുന്നവർക്കും ഭഗവാനോട് പ്രത്യേകമായിട്ടുള്ള ഭക്തി ഉണ്ടാവുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വർഷം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത്രയും ഭാഗങ്ങൾ ഇവിടെ സമർപ്പിക്കാൻ സാധിച്ചത്. ഇനിയും അടുത്ത ദിവസങ്ങളിൽ 12ാമത്തെ അധ്യായം മുതൽക്ക് നമ്മൾക്ക് ആരംഭിക്കണം. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. നല്ലതായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതെല്ലാം ഗുരുനാഥന്മാരുടെ വൃന്ദാവനത്തിലെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാറാണിയുടെയും ദിവ്യമായിട്ടുള്ള ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ്. ഗൗഡിയ വൈഷ്ണവ പരമ്പരയിലുള്ള ഭക്തന്മാരുടെ അനുഗ്രഹത്തിൽ കൂടെയാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ പരമ്പരയിൽ വന്ന ഓരോ ഭക്തന്മാരുടെയും അനുഗ്രഹവിശേഷം കൊണ്ടാണ്, പ്രത്യേകിച്ചും വേദവ്യാസപ്രിയ മഹാരാജൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഇത് അവതരിപ്പിക്കാൻ സാധിച്ചത്. ഗുരുവായൂരപ്പൻ്റെ നിത്യമായ ആ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഭാഗവതം വായിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഈ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ നല്ലതായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതെല്ലാം അവരുടെ ആ ഭഗവാന്റെയും ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.